അപ്പോൾ ഇത് നമ്മുടെ സബർജല്ലി വെറൈറ്റിയാണ്. ഈ വെറൈറ്റിയുടെ പേര് നിജിസാക്കി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇപ്പോൾ ആക്ച്വൽ ട്രീ ഇത് 2SC ലീ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കമ്പിൽ ഭയങ്കരമായ ഈ സബർജല്ലിയാണ്. നമ്മുടെ നാട്ടിലെ ഏഷ്യൻ പേരിനെയാണ് സബർജല്ലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഇതാണ് ഇവിടെ ഞാൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പോയിൻ്റ് കാണിച്ചത്. ഇവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഇത്രയും കമ്പുണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ കായ് തമ്മിൽ കാണാനുള്ള വ്യത്യാസം കണ്ടോ? ഇതാണ് ഒറിജിനൽ ട്രീ, അതിലേക്കാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാഫ്റ്റിലുള്ള കമ്പിന് ഭയങ്കരമായിട്ട് കായ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊന്ന് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇത്രയും താങ്ങാനുള്ള കരുത്ത് ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മെയിനായിട്ട് ഇതിൽ എല്ലാ ഫ്രൂട്ടുകളും നമ്മൾ പറിച്ച് കളയണം. നമുക്ക് മാക്സിമം ഇത് വലുതായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 300 ഗ്രാം വരെയൊക്കെ ഇതിന് വെയിറ്റ് വെക്കും. അതുകൊണ്ട് നമ്മൾ ഇത്രയും വരാനായിട്ട് സാധിക്കരുതില്ല. അപ്പം നമ്മൾ മാക്സിമം ഇതുപോലെ പറിച്ചു വേണം. ഇതിന് വെയിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ വിട്ട് ഒടിഞ്ഞിങ്ങി പോരും. അപ്പോൾ നമുക്ക് ഒരു 2 വർഷത്തേനെങ്കിലും നമുക്ക് ഈ കായൊന്നും നമുക്ക് വലുതാകാനായിട്ട് സമ്മതിക്കത്തില്ല. വേണമെങ്കിൽ ഒരു ഏച്ചൊക്കെ കെട്ടി വേണമെങ്കിൽ 1-2 കമ്പുകൾ നമുക്ക് പിടിച്ചു കെട്ടി നിർത്താം. പക്ഷേ അത് നടക്കത്തില്ല. കൂടിപ്പോയാൽ നമുക്കൊരു 1-2 കായകൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പറിച്ചു കളയാൻ പറ്റിയ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ലിക്ക വലുപ്പത്തിലാണ്. കാരണം ഇതൊക്കെ പോളിനേറ്റ് ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പറിച്ചു കളഞ്ഞാൽ മതി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ എൻജോയ് ചെയ്ത ശേഷം നമ്മളിതുപോലെ പറിച്ചു കളയുക. ഇത്രയും വെയിറ്റ് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ പറിച്ചു കളയുന്നത് കേട്ടോ. ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇതിന് ഫ്രൂട്ട് തിന്നിങ് എന്ന് വിളിക്കാം. പക്ഷേ ഇത് ഫ്രൂട്ട് തിന്നിങ് അല്ല, ഇത് നമ്മൾ ഗ്രാഫ്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഫ്രൂട്ട് തിന്നിങ് എന്ന് പറയുന്നത് നമ്മളൊരു ബഞ്ചിൽ വെയിറ്റ് കുറയ്ക്കുക, അതിൻ്റെ ക്വാളിറ്റി ഫ്രൂട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് 3 ഫ്രൂട്ടുണ്ട്. അതിനകത്ത് ഒറ്റ ഫ്രൂട്ട് നിർത്തി കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് വളരെ നല്ല വലിയ ഫ്രൂട്ടായിട്ട് വരും. അതിനാണ് ഫ്രൂട്ട് തിന്നിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഈ ഗ്രാഫ്റ്റ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു 1-2 വർഷം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ശേഷവും നമ്മൾ ഗ്രാഫ്റ്റിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നിജിസാക്കി അടിപൊളി വെറൈറ്റിയാണിത്.